സുനിൽ ഐസക് കൂടി തുടരുന്നുണ്ട്. സുനിൽ, ഇത് ഒരു കാര്യമായ സംഗതിയായി ഏറ്റെടുക്കാൻ ഓപ്പോസിഷൻ തയ്യാറാവുന്നുണ്ടോ? നിഷാദ് നേരത്തെ പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രിയുടെ 10-20 അഭിമുഖങ്ങളൊക്കെ തുടർച്ചയായി കണ്ടൊരു പാവം പാർട്ടിക്കാരനായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം മുഖ്യമന്ത്രി പഴയ പിണറായി അല്ല എന്ന് തെറ്റിദ്ധരിച്ച് ചോദ്യം ചോദിച്ചതാവാനാണ് വഴി. എന്തായാലും അദ്ദേഹം രാവിലെ എടുത്ത നിലപാടിൽ നിന്നും മാറിയിട്ടുണ്ട്. രാവിലെ അദ്ദേഹം താൻ ചെയ്തത് ചോദ്യം ചോദിച്ചത് തെറ്റായിപ്പോയി എന്നൊന്നും ആദ്യം വന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഈ ചോദ്യകർത്താവ് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊക്കെ പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അത് എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നത്. എന്തായാലും UDF എന്ന നിലയ്ക്ക് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്നലെ മുതൽ ഇതിനെതിരെ വ്യാപകമായ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ശരിയായില്ല, തെറ്റായ രീതിയാണ് എന്ന് ഉള്ള പരാമർശങ്ങൾ വരുന്നു. ഇതിപ്പോൾ ആദ്യമൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത്. നേരത്തെ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണമെന്ന് കോട്ടയം സമ്മേളനത്തിനിടയിലാണ് മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രവർത്തകരോട്, എനിക്ക് തോന്നുന്നത് ഈ വോളണ്ടിയർസായി വന്ന ആളുകളായിരുന്നു, അവരോട് പറയുന്നത്. അതിനുശേഷമാണ് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല എന്ന് പറയുന്നത്. അത് വി എസുമായി ബന്ധപ്പെട്ട വിഭാഗീയത ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് VS അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചവരോടാണ് ഇത് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. പിന്നീട് പലപ്പോഴും നമ്മൾ കണ്ടു ഇൻസൾട്ട് ചെയ്ത് പെരുമാറിയ സംഭവങ്ങൾ എമ്പാടും ഉണ്ട്. പക്ഷെ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് അവസാന മൊമെന്റിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള എക്സസൈസുകൾ പാളിപ്പോകുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്.